ലോഗോസ് ക്വിസ് 2024 ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ 2 കൊറിന്തോസ് 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഉള്ളത്. നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ചോദ്യം 1. എനിക്കു നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഡാഷ് ഉണ്ട്. ഉത്തരം വലിയ അഭിമാനവും ഉണ്ട്. ചോദ്യം 2. ഡാഷ് തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. ഉത്തരം ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം. ചോദ്യം 3. അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പ്രത്യുത ഡാഷ്. ഉത്തരം ഞങ്ങളോട് നിങ്ങൾക്കുള്ള താൽപ്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനാണ്. ചോദ്യം 4. ഡാഷിന് നിങ്ങളെല്ലാവരും ആശ്വാസമേകിയതിൽ അവനുണ്ടായ സന്തോഷത്തെ ഓർത്തും ഞങ്ങൾ അത്യധികം സന്തോഷിച്ചു. ഉത്തരം തീത്തോസിൻ്റെ മനസ്സിന്. ചോദ്യം 5. തീത്തോസിനോട് ഞങ്ങൾ ഡാഷ് പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഉത്തരം മേനി പറഞ്ഞത്. ചോദ്യം 6. ഡാഷിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. ഉത്തരം ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ. ചോദ്യം 7. വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗഭാക്കുകളാക്കണമെന്ന് അവർ ഡാഷ്. ഉത്തരം ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു. ചോദ്യം 8. താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഡാഷ് ദൈവം സ്വീകരിക്കും. ഉത്തരം ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം. ചോദ്യം 9. നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം നിമിത്തം ഇപ്പോൾ അവൻ ഡാഷ് ആണ്. ഉത്തരം പൂർവോപരി ഉത്സാഹിയാണ്. ചോദ്യം 10. നിങ്ങളുടെ ഡാഷ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട്. ഉത്തരം തീഷ്ണത. 11-ാം ചോദ്യം. എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഡാഷ് മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി. ഉത്തരം ഉദാരമായ സംഭാവന. ചോദ്യം 12. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട ഡാഷ് നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ഉത്തരം എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി. 13-ാം ചോദ്യം. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ഡാഷായി പരിണമിക്കുകയും ചെയ്യും. ഉത്തരം ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി. ചോദ്യം 14. ഞങ്ങളെ ഡാഷായി കരുതുന്ന ചിലരുണ്ട്. അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഉത്തരം ജഡികന്മാരായി. ചോദ്യം 15. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് ഡാഷ് നൽകിയിരിക്കുന്നത്. ഉത്തരം അധികാരം. ചോദ്യം 16. അന്യരുടെ ഡാഷ് സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. ഉത്തരം പ്രയത്നങ്ങളുടെ ഫലം. ചോദ്യം 17. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ ഡാഷ് ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉത്തരം നിങ്ങളുടെ ചിന്തകൾ. ചോദ്യം 17. ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് ഡാഷിനു വേണ്ടി ഞാൻ എന്നെത്തന്നെ താഴ്ത്തിയത് തെറ്റാണോ? ഉത്തരം നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി. ചോദ്യം 18. മക്കദോനിയായിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് ഡാഷ് നിറവേറ്റിത്തന്നത്. ഉത്തരം എൻ്റെ ആവശ്യങ്ങൾ. 19-ാം ചോദ്യം. എന്നെ ഡാഷായി ആരും കരുതരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. ഉത്തരം ഭോഷനായി. ചോദ്യം 20. ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് ഡാഷ് കാണിക്കാറുണ്ടല്ലോ. ഉത്തരം സന്തോഷപൂർവം സഹിഷ്ണുത. ചോദ്യം 21. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ ഡാഷ് അനുഭവിച്ചു. ഉത്തരം കാരാഗൃഹവാസം.
ചോദ്യം 22. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ഡാഷിൽ എനിക്കറിയാം. ഉത്തരം ക്രിസ്തുവിൽ. ചോദ്യം 23. ഡാഷ് കാര്യങ്ങൾ അവൻ കേട്ടു. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും. ഉത്തരം അവാച്യവും മനുഷ്യന് വിവരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ. ചോദ്യം 24. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ഡാഷ്. ഉത്തരം ശക്തനായിരിക്കുന്നത്. ചോദ്യം 25. ഡാഷ് കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. എല്ലാ വിധത്തിലുമുള്ള പാപക്കറയിൽ നിന്നും വിമുക്തയായ സ്ഥിതിവിശേഷം ഒരു വിശേഷാനുകൂല്യത്താൽ എൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതലേ ഞാൻ അനുഭവിച്ചു. ഇത് എൻ്റെ നിസ്സാരതയുടെ തികഞ്ഞ അളവ് എനിക്ക് പ്രദാനം ചെയ്തു. പരിശുദ്ധ